Thank you, Jesus. Thank you, Holy Spirit. Amen. Hallelujah. Hallelujah. Thank you, Jesus. കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ആമേൻ. നമ്മുടെ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കപ്പെടേണ്ടതിനായിട്ട് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ഒത്തിരി പ്രതികൂലങ്ങളുടെയും ഒത്തിരി പ്രതിസന്ധികളുടെയും ഒക്കെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ജനം, ആമേൻ, അവരുടെ ലൈഫിന്, ആമേൻ, അടുത്തൊരു തലത്തിലേക്ക് അവർ ഉയരപ്പെടേണ്ടതിനായിട്ട്, ആമേൻ, ഈ ദിവസങ്ങൾ നമ്മളെ ബലപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ദിവസം നടക്കുന്ന, ആമേൻ, ഇന്ന് രാത്രി നടക്കുന്ന മീറ്റിങ്ങുകൾ 19, 20, 21 ദിവസങ്ങളിൽ ഈ 3 ദിവസം നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ, ആമേൻ, അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമാകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ മാത്രം ഒന്ന് പാടിക്കൊണ്ട്, ആമേൻ, കർത്താവിനെ നമുക്ക് സ്തുതിച്ചതിന് ശേഷം ദൈവവചനത്തിലേക്ക് കടന്നു പോകാം. എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ആമേൻ, പ്രഭാത സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ, ആമേൻ, ഈ പ്രഭാതത്തിൽ, ആമേൻ, കർത്താവിന് നല്ല മഹത്വം കൊടുത്തോണം. ആമേൻ. സ്തോത്രം. ആമേൻ. ജീവിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുവാനും, ആമേൻ, ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആ ദൈവത്തെ ആരാധിക്കുവാനും ലഭിച്ച ഈ നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വേഗത്തിൽ ഒരു തിരുവചന ഭാഗം വായിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അല്പസമയം ദൈവസന്നിധിയിൽ താഴ്ന്നിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി ആക്ട് 28, ആമേൻ, ഹല്ലേലൂയ, 1, 2, 3, 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി ആക്ട് 28 verse 1, 2, 3, 4. ആമേൻ. ഞാനത് നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് അവർ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു.
പൗലോസ് കുറെ വിറക് പെറുക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അടുത്ത വാക്യം പറയുന്നു, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വിചാരിച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ഈ പ്രഭാത സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഇടവരട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ചരിത്രം നമുക്കറിയാം. ആമേൻ. പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ സംഭവിക്കുന്ന വലിയ ഒരു അപകടം, ഒരു കപ്പൽ ദുരന്തം. ഈ കപ്പൽ ദുരന്തത്തിനകത്ത് അവർ ചെന്നപ്പെടുന്ന അല്ലെങ്കിൽ അവർ ചെന്നപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് മെലീത്ത എന്ന് പറയുന്നത്. ഈ മെലീത്ത ദ്വീപിനകത്ത് ആമേൻ താമസിക്കുന്നത് ബർബരന്മാരാണ്. അവർക്ക് അറിവിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അവര് ഗ്രീക്കിന്റെ ആ ഒരു സ്വഭാവങ്ങൾ ഉള്ളവരൊക്കെ തന്നെയാണെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. എന്നാൽ അവരിലും ചില അന്ധവിശ്വാസത്തിന്റെ കണികകൾ അവരിലുമുണ്ട്. സ്തോത്രം. ഞാനിത് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പലപ്പോഴും അന്ധവിശ്വാസത്തിന് കൂടുതൽ പലപ്പോഴും പ്രാധാന്യങ്ങൾ നമ്മൾ അറിയാതെയെങ്കിലും കൊടുക്കുന്നവരാണ്. അന്ധവിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കും. എങ്ങനെയാണ് അന്ധവിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആമേൻ. നമ്മുടെ മുൻപിൽ കാണുന്ന ചില വിഷയങ്ങളെ നമ്മൾ അതിനെ വലുതാക്കി കണ്ടുകൊണ്ട് അത് ജാതീയ സംസ്കാരത്തിനകത്തേക്ക് നമ്മൾ അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല, ചില വ്യക്തികൾ. അതുകൊണ്ടാണല്ലോ തിരുവചനം അങ്ങനെ ഒരു ഭാഗം അവിടെ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. യേശുവിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പിടിച്ച് അതിനുശേഷം ആമേൻ തന്റെ ആത്മീക ജീവിതത്തിനകത്ത് മുന്നോട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം വളരെയധികം പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നുപോയ വ്യക്തി ജീവിതമായിരുന്നു പൗലോസ് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ മെലീത്ത ദ്വീപിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ കരത്തിന്റെ മേൽ ചുറ്റിയ അണലിയെ കണ്ടുകൊണ്ട് ബർബരന്മാർ വിളിച്ചു പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഇവൻ എന്തോ കൊലപാതകനാണെന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. കൊലപാതകനല്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് പിന്നീട് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവനൊരു ദേവനെന്നാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ അഭിഷേകമുള്ളവൻ എവിടെങ്കിലും ചെന്ന് അവൻ അവിടെ ചെന്നുപെട്ടാൽ, അഭിഷേകത്തെ വഹിക്കുന്നവൻ ഒരു സ്ഥലത്ത് എത്തപ്പെട്ടു കഴിഞ്ഞാൽ ചില ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇളകി തുടങ്ങും എന്നാണ് ഞാൻ ഈ പ്രഭാതത്തിൽ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രസൻസ് ആ ദേശത്ത് ചെന്നുപെടുമ്പോൾ നിന്റെ അഭിഷേകം ആ ദേശത്ത് ചെല്ലുമ്പോൾ, നിന്റെ അഭിഷേകം ആ കുടുംബത്തിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ദുരാത്മാവിന്റെ ചില മണ്ഡലങ്ങൾ എഴുന്നേൽക്കുകയും അത് നിനക്കെതിരെ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. എന്നിലുള്ള അഭിഷേകം അത് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അല്ലാതെ ജാതിയന്റെ കൂടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ മനസ്സ് മാറുന്ന തലത്തിലല്ല ചിന്തിക്കേണ്ടത്. പകരം അഭിഷേകത്തെ വഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കപ്പെടുമ്പോൾ നിന്നിലൂടെ ചിലത് സംഭവിക്കുവാനായിട്ട് തുടങ്ങും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂതിനെ കൈമാറ്റം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തില് അന്ധവിശ്വാസത്തെ അല്ല എഴുന്നേൽപ്പിക്കേണ്ടത്, പകരം ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമക്കുന്നവരായി നമ്മൾ മാറേണ്ടതാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ പറയാൻ കഴിയും? ഹല്ലേലൂയ. അഭിഷേകത്തെ ചുമക്കുന്നവനാണ്. ഇവിടെ നിങ്ങൾ
വായിച്ചു നോക്കിക്കേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് എന്തുകൊണ്ട് പൗലോസ് ആ ദേശത്ത് ചെല്ലുമ്പോൾ അസാധാരണമായ തണുപ്പാണ്, തനിക്ക് സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്. ആമേൻ, ഹല്ലേലൂയ. തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തണുപ്പ് വന്നപ്പോൾ താനും പോയി അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വിറക് പിറക്കിയെടുത്ത് ആ തീക്കകത്തിലേക്ക് ഇട്ടു. പക്ഷേ അന്നുവരെയും ആരുടെയും കരത്തിൽ ചുറ്റാത്തത്, അന്നുവരെയും ആരുടെയും ആമേൻ സ്തോത്രം അരികിലേക്ക് അവർ കാണാത്തത്, ആമേൻ ആ തീക്കകത്തു നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ആ വിറക് പിറക്കിയതിനകത്തു നിന്നും തന്നെ ആമേൻ പൗലോസിന്റെ കരത്തിലേക്ക് അത് എത്തപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മറഞ്ഞു കിടന്ന ഒരു ദുരാത്മാവിന്റെ മണ്ഡലം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയുമായി ബന്ധപ്പെട്ട് ആമേൻ സ്തോത്രം മറഞ്ഞു കിടക്കുന്ന ചില ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ പൊളിച്ചെടുക്കുവാൻ തക്കവണ്ണം, ആമേൻ ഹല്ലേലൂയ, അഭിഷേകത്തെ ചുമക്കുവാൻ തക്കവണ്ണം, അഭിഷേകത്തെ ചുമന്ന് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഒരു മേഖല നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരിക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭിഷേകത്തിന് എന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത് പറയണം ഇന്ന് പ്രഭാതത്തിൽ. ഹല്ലേലൂയ. ഈ പ്രഭാതം ആമേൻ ആമേൻ കർത്താവ് അങ്ങനെ ഒരു മേഖലയ്ക്കകത്തൂടെയാണ് കൊണ്ടുപോകുന്നത്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഈ അന്ധവിശ്വാസത്തെ കുറിച്ച് ആമേൻ ചിന്തിക്കാനായിട്ട് കാരണമുണ്ട് കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങൾക്കകത്തൂടൊക്കെ നമ്മൾ കടന്നുപോയി. ഞാൻ ഒത്തിരി വിഷയത്തിനകത്തൂടൊക്കെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. ആമേൻ, അന്ധവിശ്വാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഒത്തിരി വിഷയങ്ങൾക്കകത്തു ആമേൻ ഹല്ലേലൂയ അന്ധവിശ്വാസത്തിന്റെ അകത്തല്ല ഞാൻ നിൽക്കുന്നത്. ആമേൻ എന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ അകത്താണ്. ആ യേശുവിനെ ആമേൻ തിരിച്ചു പിടിച്ചത് അകറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു പൈശാചിക ശക്തികൾ എന്റെ മുൻപിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ആമേൻ ശക്തിയോടെ എതിർത്തു നിൽക്കുവാനുള്ള ഒരാത്മബലം എന്റെ ഹൃദയത്തിനകത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പകർന്നു തന്നിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ അങ്ങനെ ആമേൻ ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിനകത്തിലേക്ക് കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ അതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചില ദൈവത്തിന്റെ ജനത്തെ അതിനുവേണ്ടി കർത്താവ് ഉയർത്തുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില ആമേൻ ദേശശക്തികൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റു വന്ന് നിങ്ങളെ തകർത്ത് കളയുമെന്ന് അവർ വാദിക്കുമ്പോൾ ആമേൻ ആത്മാവിന്റെ ബലത്തോട് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടുകൂടി കർത്താവിന്റെ ആമേൻ നാമത്തെ ഉയർത്തി പറയുമ്പോൾ ആമേൻ ദേശത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറ്റപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വളരെ ശക്തമായിട്ടൊരു ദൂത് അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആമേൻ ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമ്മൾ ആമേൻ ശക്തമായ ദൂതുകൾ കേൾക്കുന്നുണ്ട്, പ്രവചന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമേൻ ഹല്ലേലൂയ പൗലോസിന്റെ കരത്തിൽ തൂങ്ങപ്പെട്ട അണലി അവനെ ആമേൻ ഹല്ലേലൂയ അവന്റെ ശരീരത്തിൽ കടിച്ച് അവനെ മുറിവേൽപ്പിച്ച് അവനെ ആമേൻ സ്തോത്രം തകർത്തു കളയുമെന്ന് ബർബരന്മാർ ചിന്തിച്ചു. പക്ഷെ അതിനുശേഷം ആമേൻ അവർ പറയുന്നത് ആമേൻ കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ, നിങ്ങൾ കേൾക്കണം. നീതിദേവി ആരാണ്? നീതിദേവി. ആമേൻ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ആ ദേശത്ത് എഴുന്നേറ്റിട്ടുണ്ട്. അത് അവരുടെ സ്വന്തമായിട്ടുള്ളതാണ്. ആമേൻ, ചിലയിടങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആമേൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ആമേൻ ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ചില കുടിയിരിപ്പുകൾ ഇന്ന് പകൽ സമയം ആമേൻ തകർക്കപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിന്റെ ദേശത്ത് നീ നിൽക്കുമ്പോൾ ചില കുടിയിരിപ്പുകൾ ആമേൻ എന്നേക്കുമായിട്ട് അവസാനിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഞാൻ ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ദേശത്തിന്റെ അകത്ത് ആമേൻ ഞാൻ നിലനിൽക്കുന്ന എന്റെ ദേശത്തിന്റെ അകത്ത് എനിക്കെതിരെ എഴുന്നേൽക്കുന്ന ചില കുടിയിരിപ്പുകളെ ഇന്ന്
പകലിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അതിനെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് നന്മ വരരുതെന്നും ആമേൻ നീ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകരുതെന്നും ഒക്കെ പറഞ്ഞ് ആമേൻ നിന്നെ ആമേൻ ഹല്ലേലൂയ തകർത്തു കളയാൻ നിൽക്കുന്ന ചില പ്രതികൂലത്തിന്റെ അവസ്ഥകളെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ആമേൻ ഹല്ലേലൂയ ആ പ്രതികൂലത്തിനെ നോക്കി വിളിച്ചു പറയുന്നു, വഴിമാറുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിന്റെ നന്മകളെ തടയുന്നുണ്ടോ? നിന്റെ യാത്രകളെ തടയുന്നുണ്ടോ? നിന്റെ പ്രതികൂലത്തിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് യാത്ര ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്തൊക്കെ പ്രതികൂലം കൊണ്ടിടുന്നുണ്ടോ? എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. ആമേൻ. അതിനെ ബ്രേക്കപ്പ് ചെയ്യാനുള്ളതിനെ ബ്രേക്കപ്പ് ചെയ്ത് തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുക. ചില വഴികൾ കർത്താവ് ഒരുക്കി വെക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അപ്പൊ നീതിദേവി എന്ന് പറയുന്ന ഒരു ദേവിയെ അവരാരാധിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ചരിത്രത്തെ മാറ്റുവാൻ ഒരുത്തൻ അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. അവന്റെ നീതിദേവിയുടെ മുഖപടത്തെ പൊളിച്ചു കളയുവാൻ തക്കവണ്ണം ഒരുവൻ അവിടെ ഇറങ്ങി. അതിനാൽ സമാനമായി ചില വാക്യങ്ങളൊന്നും ഞാൻ വായിച്ചു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1-2 നിമിഷങ്ങൾ മാത്രം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസിന്റെ പുസ്തകം ലേഖനമാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം, 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 6:4. തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യാഗ്രഹികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ആമേൻ. നിങ്ങൾ വളരെ ശക്തമായിട്ട് ഇത് കേൾക്കണം. ഈ പ്രഭാത സമയത്ത് നമ്മൾ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും നമ്മൾക്ക് ആമേൻ അതിനെ പുതുക്കി പണിയേണ്ടതുണ്ടെങ്കിൽ അതിനെ പുതുക്കി പണിയേണ്ടത് നമ്മൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യമാണ് തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തിൽ അങ്ങനെ എന്തെങ്കിലും ആമേൻ ദൈവഭയത്തിന് ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ ആമേൻ എവിടെയെങ്കിലും പോയി നമ്മൾ തർക്കത്തിനകത്ത് ഏർപ്പെടാൻ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തിൽ തർക്കത്തിനകത്തിൽ ഏർപ്പെടാൻ കഴിയരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള മേഖലയ്ക്കകത്ത് നമ്മൾ അകപ്പെടാനേ പാടില്ല. കാരണം നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിന്റെ മേൽ നാം വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിനകത്ത് പോയി നമ്മൾ പെട്ടുപോകാനായിട്ട് പാടില്ല. അവിടെ പറയാണ്, അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയ്ക്കകത്ത് നമ്മൾ കടന്നു പോയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ നമ്മുടെ അഭിഷേകത്തെ നാം തന്നെ നശിപ്പിച്ചു കളയുവാനിടയായി തീരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അഭിഷേകത്തെ ചുമക്കുന്നുണ്ടെങ്കിൽ ആമേൻ കൃത്യമായി അതിനെ സംരക്ഷിക്കുന്നവരുമായി തീരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കപ്പെടുന്നുണ്ട്. ആമേൻ. മർക്കോസ് എഴുതിയ ആമേൻ സുവിശേഷം ആമേൻ അതിന്റെ 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ആർക്കാണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. അഭിഷേകമുള്ളവനെ. 17-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പോൾ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഒരുവന്റെ മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാം? സർപ്പങ്ങളെ പിടിച്ചടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലൊരു അസാധാരണമായ അധികാരം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആർക്ക് അധികാരം തന്നിരിക്കുന്നു? 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എന്നിട്ട് അടുത്ത പദം പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇങ്ങനെ ഒരു ദൈവത്തെ അല്ലേ പൗലോസ് ചുമന്നത്? ദോഷം വരുന്ന ദൈവത്തെയാണ് പൗലോസ് ചുമന്നിരുന്നെങ്കിൽ ആ പാമ്പിന്റെ കടിയേറ്റ് അവൻ ആ ദേശത്ത് വീണുപോകത്തില്ലായിരുന്നു. നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ ദേശത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം കരുത്തും കൃപയുമുള്ള ഒരു ദൈവത്തിന്റെ കരത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കേട്ടുകൊള്ളുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു സർപ്പശക്തിയും ഒരു പാമ്പിന്റെ ശക്തിയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈശാചിക ശക്തിയും നിന്നെ തൊടത്തില്ല. നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അകത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഏറ്റെടുത്തുകൊള്ളുക. ആമേൻ. സാന്നിധ്യം ഇന്ന് ആമേൻ അസാധാരണമായി വ്യാപരിക്കപ്പെടുകയാണ്. എനിക്ക് ഇതിനകത്ത് നിന്ന് ഒത്തിരി സംസാരിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ മുമ്പിൽ സമയം വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. അടുത്ത പദം പറയുന്നു, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് അവർ കാത്തു നിന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെന്നറിയാമോ? ആമേൻ, ഈ നീതി ദേവി, ആ ദേശത്തിന്റെ കെട്ടിനെ അഴിക്കാൻ അവർ വിശ്വസിച്ചിരുന്ന നീതി ദേവി എന്ന് പറയുന്ന പാമ്പിന്റെ ശക്തിയെ അഴിക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യന്റെ യാത്രാ കപ്പലിന്റെ സ്ഥിതിയെ പോലും മാറ്റി അവനെ റൂട്ട് തിരിച്ച ദേശത്തേക്ക് എത്തിച്ചിട്ട് ആമേൻ മെലീത്ത എന്ന് പറയുന്ന ദേശത്തിന്റെ അകത്ത് ഇറക്കി നിർത്തിയിട്ട് ആമേൻ അവനിലൂടെ ശക്തിയെ പുറപ്പെടുവിച്ച് ആ പാമ്പിന് അതുവരെ ഉയർന്നു വരാതിരുന്ന ശക്തിയെ പുറപ്പെടുവിച്ച് എന്നേക്കുമായിട്ട് പാമ്പിന്റെ ശക്തിയെ ആ തീക്കകത്തിലേക്ക് വലിച്ചെറിയുവാൻ തക്കവണ്ണം ഒരു അഭിഷിക്തനെ ആ ദേശത്തേക്ക് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. അത് ചില ദേശത്തിന്റെ അകത്തിലേക്ക് പുറപ്പെട്ടു ചെന്ന് അതിനകത്ത് കിടക്കുന്ന ചില ദുർമാർഗത്തിന്റെ ശക്തികളെ വലിച്ചു പുറത്തെടുത്തിട്ട് അവൻ അതിനെ നിരപ്പാക്കുന്ന ദൈവിക ഒരു ശുശ്രൂഷ അവിടെ ആരംഭിക്കത്തക്ക തരത്തിൽ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകൾ നിങ്ങളെ ഉപയോഗിക്കപ്പെടുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? ചരിത്രം പറയുന്നത് ഇതിങ്ങനെയാണ്. മാൾട്ട എന്ന് പറയുന്ന ദ്വീപിനകത്ത്, അതായത് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ അന്നത്തെ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൽ ആമേൻ അന്ന് പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ ചുറ്റപ്പെട്ട അണലിയെ അന്ന് ആ രാത്രിയിലെ തീക്കകത്ത് വലിച്ചെറിയപ്പെടുമ്പോൾ ആമേൻ സ്വർഗം കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? മാൾട്ട എന്ന് പറയുന്ന ഇപ്പോഴായിരിക്കുന്ന മാൾട്ട എന്ന ദ്വീപിൽ ആമേൻ പാമ്പിന്റെ ആമേൻ അതിനകത്തിൽ എന്റെ ഭാഷ പറഞ്ഞ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. ഒരഭിഷിക്തന്റെ കാൽ ചവിട്ടിയപ്പോൾ, ഒരഭിഷിക്തന്റെ കാൽപാദം ആ ദേശത്ത് പതിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, ഒരു ജന്തുവിനെ തകർക്കാൻ കഴിഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദുരാത്മാവിന്റെ മണ്ഡലത്തിനെ തകർക്കുവാൻ കഴിഞ്ഞു. ആമേൻ. ഈ പ്രഭാതത്തിൽ ആ കർത്താവിനോട് ചോദിക്കാമേ, കർത്താവേ, എനിക്ക് ആ കൃപയൊന്ന് വേണം, എനിക്ക് അഭിഷേകം ഒന്ന് വേണം. അപ്പാ എന്നെ അതിന് ആ അഭിഷേകം എനിക്കുണ്ട്. എന്നെ അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് പണിതെടുക്കുവാൻ തക്കവണ്ണം, അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ഞാനിത് സംബന്ധിച്ച് ഒത്തിരി വാക്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്, ഈ അന്ധവിശ്വാസത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ. പക്ഷെ അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. മറ്റൊരു സമയം ഞാൻ അതിനോട് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അഭിഷേകം ചുമക്കുന്നവൻ ഒരു ദേശത്ത് ചെന്നാൽ വിടുതൽ സംഭവിച്ചിരിക്കും. വിടുതൽ സംഭവിച്ചിരിക്കും. അപ്പോസ്തലപ്രവൃത്തി ആമേൻ 12-ാം അധ്യായം അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി
12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12 അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. ഇതെന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ, സ്തോത്രം. പത്രോസ് ജയിലിനകത്ത് കിടന്നു. ജയിലിനകത്ത് കിടന്നപ്പോ ഇവര് പ്രാർത്ഥിച്ചു. ഒരു സംഘം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു വിഷയമാണ്. കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പത്രോസ് കിടന്ന വാതിൽ 1ഉം 2ഉം പട്ടണത്തിന്റെ വാതിൽ തുറന്നിട്ട് ഇവർ കൂടിയിരുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോഴാണ് വാതിക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. രോദ എന്ന് പറയുന്ന പെൺകുട്ടി ഓടിച്ചെന്നിട്ട് ആമേൻ ആ ശബ്ദത്തിന് പ്രതികരിച്ചു. അവർക്ക് മനസ്സിലായി. പക്ഷെ അകത്ത് ചെന്ന് പറഞ്ഞപ്പോ അവർക്കതിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം എന്നറിയാമോ? ആമേൻ, സ്തോത്രം. 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആമേൻ, അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് വെച്ചാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് തോന്നിക്കാണും. അല്പസമയം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. പൗലോസിന് പത്രോസിനെ വിടുവിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പത്രോസിന്റെ പത്രോസ് അതിന്റെ പുറത്തു വന്ന് നിൽപ്പുണ്ടെന്നൊരു സഹോദരി, ഒരു കുഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ആകട്ടോ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. സമക്ഷത്ത് വന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ വിശ്വസിക്കത്തുള്ളൂ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, അപ്പാ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ, യേശു കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ അതിനെ ആമേൻ, സ്തോത്രം, ഊവെന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. അതിനകത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കും. ആമേൻ, നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ മറുപടിയുണ്ട്. ആമേൻ, അവിശ്വസിക്കരുത്. ആമേൻ, ദൈവ സാന്നിധ്യത്തിന് അതിനകത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ട് കയറുക. ഈ പ്രഭാതത്തിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ, എൻകറേജ് ചെയ്ത് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ, വളരുക, ദൈവ സാന്നിധ്യത്തിൽ വളരുക, അഭിഷേകത്തിൽ വളരുക. ആമേൻ, പുതിയതിനെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം വളരുക. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപകൾക്കായിട്ട് ഒരു പൗലോസിന്റെ കരത്തിൽ ചുറ്റി അണലിയെ ആ ദേശത്ത് തന്നെ ആമേൻ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു അഭിഷിക്തനെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, നീ പാർക്കുന്ന ദേശത്തിനകത്ത് നിനക്കെതിരെ പൊങ്ങി വരുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ തകർത്ത് കളയുവാൻ ആമേൻ നിന്നിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ അതിനെ ഏറ്റെടുത്ത് സെൻസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ കർത്താവേ, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അഭിഷേകത്തിന്റെ ശക്തി വേണം. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയോട് കേട്ടുത്തരമരുളണം നല്ല പിതാവേ. ഇപ്പോൾ കർത്താവിന്റെ അഭിഷേകൻ ജയേഷ് പാസ്റ്റർ പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദി. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവ്. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. വചനം കേട്ട ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ദൈവമേ, ദാസനിലൂടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. അടികളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നതിൽ കടന്നു വന്ന കർത്താവ്, ദൈവവചനം കേട്ട എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവ് അവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, ദൈവകൃപയ്ക്കുള്ളിൽ മറിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങൾ കാണുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ കരം ചലിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ദൈവദാസനെ. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സുലോചനാലിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വലിയ കരം അവിടുന്ന് കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ജയേഷ് പാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഈ ദിവസങ്ങളിൽ ആമേൻ, ദൈവാത്മാവ് എന്താണോ അരുളപ്പാട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, അഭിഷേകത്തെ ചുമക്കുന്ന ആമേൻ, ഹല്ലേലൂയ, അടുത്തൊരു റലത്തിനകത്തിലേക്ക് കയറുവാൻ
സ്വർഗത്തിലെ ദൈവോട് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അന്യായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രകൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ആമേൻ, ഹല്ലേലൂയ, സുന്ദർ ബ്രദർ, ആമേൻ, ഹല്ലേലൂയ, സിന്ധു സിസ്റ്റർ, എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. സർവശക്തന്റെ നീതിയുള്ള കരം കർത്താവയോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി. അജീവർഗീയ സിസ്റ്ററിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഡെനി പീറ്ററിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. ആശ്വാസത്തിന്റെ വലിയൊരു കരം കർത്താവേ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലീസ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അങ്ങയുടെ കരമോട് കൂടെ ഇരുന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ആമേൻ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുത കരമോട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുന്ന കൃപകൾക്കായിട്ട് നന്ദി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. രാജാറാം ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എലീഷ എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയ വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, രൂത്ത് സിസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസി തുറക്കപ്പെടുന്നു എന്ന് ദൈവം